ദേവേന്ദ്ര ഫട്നാവിസ് അടുത്ത മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകും. മുംബൈയിൽ ചേർന്ന ബി.ജെ.പി. നിയമസഭാ കക്ഷി യോഗം ഫട്നാവിസിനെ നേതാവായി തിരഞ്ഞെടുത്തു. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈ ആസാദ് മൈതാനിയിൽ നടക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ജിഷ്ണു, തീരുമാനമായതിനു ശേഷം എങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ കാര്യങ്ങൾ? വീണ, മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആരെത്തും എന്നുള്ള ചോദ്യത്തിന് ഇന്ന് രാവിലെയോടുകൂടിയാണ് ഔദ്യോഗികമായൊരു ഉത്തരം എത്തിയിട്ടുള്ളത്. ബി.ജെ.പി. കേന്ദ്ര നിരീക്ഷകരായി നിശ്ചയിച്ചിട്ടുള്ള ധനമന്ത്രി നിർമ്മല സീതാരാമൻ, മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് രൂപാണി എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗമാണ് ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകട്ടെ എന്ന തീരുമാനം കൈക്കൊണ്ടത്. പിറകെ ചേർന്ന ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി യോഗം, അതായത് ബി.ജെ.പിയുടെ എല്ലാ എം.എൽ.എമാരും പങ്കെടുത്തുകൊണ്ട് മുംബൈയിൽ ചേർന്നിട്ടുള്ള ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷി യോഗം ബി.ജെ.പി നിയമസഭാ കക്ഷി നേതാവായി ഔദ്യോഗികമായി ദേവേന്ദ്ര ഫട്നാവിസിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. വലിയ ആഘോഷങ്ങൾക്കാണ് ബി.ജെ.പി. മുംബൈ ആസ്ഥാനത്ത്, ബി.ജെ.പിയുടെ സംസ്ഥാന ആസ്ഥാനത്തുമൊപ്പം ദേവേന്ദ്ര ഫട്നാവിസിന്റെ വസതിക്ക് മുൻപിലുമെല്ലാം തന്നെ ബി.ജെ.പി. പ്രവർത്തകർ നടത്തുന്നത്. നിലവിൽ ബി.ജെ.പി. നേതൃത്വം അറിയിച്ചിട്ടുള്ളത് നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈയിൽ ആസാദ് മൈതാനിയിൽ മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മുംബൈയിലേക്ക് എത്തും. അല്പസമയത്തിനകം തന്നെ ദേവേന്ദ്ര ഫട്നാവിസ്, നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയിൽ രാജ്ഭവനിലെത്തി ഗവർണറെ കാണുകയും സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിനോടകം തന്നെ മഹായുതി സഖ്യത്തിൽ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ധനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ NCP അജിത് പവാർ പക്ഷത്തിനും ഒപ്പം പൊതുമരാമത്ത് വകുപ്പും മറ്റ് പ്രധാനപ്പെട്ട ചില വകുപ്പുകളും ഷിൻഡെ വിഭാഗത്തിനും, അതായത് ശിവസേന ഷിൻഡെ വിഭാഗത്തിനും നൽകും. മുഖ്യമന്ത്രി ഒപ്പം ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ബി.ജെ.പി. തന്നെ കൈകാര്യം ചെയ്യുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചനകൾ. അത് സംബന്ധിച്ച് ചില പ്രതികരണങ്ങൾ, സ്ഥിരീകരണങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. പ്രധാനപ്പെട്ട വകുപ്പുകൾ സഖ്യത്തിൽ ആരൊക്കെ കൈകാര്യം ചെയ്യും എന്നുള്ള വാർത്തകൾ കൂടിയാണ് ഏതായാലും പുറത്തു വരാനുള്ളത്. മഹായുതി മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഭരണ തുടർച്ച നേടിയിട്ടുള്ളത്. അതിനെ ചുക്കാൻ പിടിച്ച ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെയാണ് മുഖ്യമന്ത്രിയാക്കാൻ സഖ്യം തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ നടക്കും. ദേവേന്ദ്ര ഫട്നാവിസിന്റെ രാഷ്ട്രീയ യാത്ര തന്നെ പരിശോധിക്കുമ്പോൾ യുവമോർച്ചയുടെ വാർഡ് പ്രസിഡന്റ് തുടങ്ങി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്ര മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെ അടിത്തറ കൂടി പാകപ്പെടുത്തിക്കൊണ്ടായിരുന്നു, അതുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ടായിരുന്നു എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. മഹാരാഷ്ട്രയിൽ ആദ്യത്തെ, അല്ലെങ്കിൽ നിലവിൽ ഇതുവരെയുള്ള ഒരേ ഒരു ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിയാണ് ദേവേന്ദ്ര ഫട്നാവിസ്. ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി, ഏറ്റവും പ്രായം കുറഞ്ഞ നാഗ്പൂരിലെ മേയർ തുടങ്ങിയിട്ടുള്ള പദവികൾ ദേവേന്ദ്ര ഫട്നാവിസ് വഹിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അടിത്തട്ടിൽ നിന്ന് തുടങ്ങി യുവമോർച്ചയുടെ വാർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് തുടങ്ങി യുവമോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ്, ബി.ജെ.പിയുടെ മഹാരാഷ്ട്ര സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങിയിട്ടുള്ള പദവി വഹിച്ച ദേവേന്ദ്ര ഫട്നാവിസ് നേരത്തെ പഠനകാലത്ത് ABVP-യിലൂടെയാണ് സജീവമായി, അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നതിനുള്ള സാഹചര്യം കുറിച്ചിട്ടുള്ള. അത്തരത്തിലൊരു സാധാരണ പ്രവർത്തകനായി തുടങ്ങി ഇന്ന് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ദേവേന്ദ്ര ഫട്നാവിസ് എത്തുമ്പോൾ ആ യാത്ര മഹാരാഷ്ട്രയുടെ ബി.ജെ.പിയുടെ അടിത്തറ കൂടി പാകപ്പെടുത്തിക്കൊണ്ടും അതുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ടുമായിരുന്നു. ഏതായാലും 288 അംഗ നിയമസഭയിൽ 234 എന്ന മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മഹായുതി, ബി.ജെ.പി. ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാറും ഉൾപ്പെടുന്ന സഖ്യം ഭരണ തുടർച്ച നേടിയത്. കഴിഞ്ഞ മണിക്കൂറുകൾ, കഴിഞ്ഞ ദിവസങ്ങൾ സർക്കാർ രൂപീകരണ ചർച്ചകളുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇന്ന് ചേർന്ന ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗം ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേര് നിർദ്ദേശിക്കുകയും നിയമസഭാ കക്ഷി യോഗം ദേവേന്ദ്ര ഫട്നാവിസിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുകയുമാണ് ചെയ്തത്. വീണ. ശരി ജിഷ്ണു.